കടലാക്രമണം രൂക്ഷമായ കാസർഗോഡ് തൃക്കണ്ണാട് മിനി ഹാർബർ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഓരോ മഴക്കാലത്തും ദുരിതം ആവർത്തിക്കുമ്പോൾ പ്രതിസന്ധിക്ക് പരിഹാരമായി ഹാർബർ വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. തീരദേശത്തെ കടലാക്രമണം നിയന്ത്രിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും മിനി ഹാർബർ സഹായകരമാകുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. വർഷങ്ങളായുള്ള ഇവരുടെ ആവശ്യമാണ് തൃക്കണ്ണാട് കേന്ദ്രമായി മിനി ഹാർബർ നിർമ്മിക്കണമെന്നത്. എന്നാൽ പദ്ധതി രേഖകളിൽ മാത്രമായി ഒതുങ്ങുന്നു എന്നാണ് ഇവർ പറയുന്നത്. എത്രയോ മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് ദുരന്തം അനുഭവിക്കുകയാണ്. ഇപ്പോൾ കള്ളക്കടൽ പ്രതിഭാസത്തും കൂടി വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നത്. നമുക്കിവിടെ ശാശ്വത പരിഹാരമായിട്ട് ഒരു ഹാർബർ വേണം തന്നെയാണ്. അപ്പോൾ ഹാർബർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ പ്രൊട്ടക്ഷൻസും ഇവിടെ കിട്ടുകയും ചെയ്യും. അതനുസരിച്ച് നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് സുഖപ്രദമായ കടൽ മത്സ്യബന്ധനം നടത്താനും സാധിക്കും. അതുപോലെ ഈ കരഭാഗങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. കടലാക്രമണത്തിൽ നിരവധി വീടുകളാണ് ഓരോ വർഷവും നശിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസവും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. തൃക്കണ്ണാട് ക്ഷേത്രവും സംസ്ഥാനപാതയും കടൽക്ഷോഭ ഭീഷണിയിലാണ്. ഇതിനൊക്കെയും ഒരു പരിധിവരെ പരിഹാരമാകുന്ന മിനി ഹാർബർ എന്ന ആവശ്യത്തോട് അധികാരികൾ മുഖം തിരിഞ്ഞു നിൽക്കുന്നതായും ഇവർ പറയുന്നു. ശാശ്വതമായിട്ടുള്ള പരിഹാരം കൂടെ ആവശ്യമാണ്. അശാസ്ത്രീയമായിട്ടുള്ള പുലിമുട്ടുകളുടെ നിർമ്മാണം ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവൻ അപഹരിക്കുന്ന സ്ഥിതിയിലേക്ക് വരെ പോയിട്ടുണ്ട്. ഇവിടുത്തെ കടലാക്രമണം ഓരോ വർഷവും ഓരോ സമയത്തും വരുന്നുണ്ട്. ഒരിക്കൽ കടൽ കടന്നു വന്നാൽ നേരത്തെയൊക്കെ കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഒരിക്കൽ കടന്നു വന്നാൽ പിന്നെ അത് സ്ഥിരമായിട്ട് അവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ തീരദേശത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് കുറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ തീരദേശ ഹൈവേ നമ്മുടെ ഈ KSTP റോഡ് അടക്കം വലിയ അപകടത്തിൽ ആകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ജനങ്ങൾ വളരെ കാലമായിട്ട് ആവശ്യപ്പെടുന്നത് ഇതിനൊരു പരിഹാരം ശാശ്വതമായിട്ടുണ്ടാകണം എന്നുള്ളതാണ്. ബേക്കൽ ടൂറിസത്തിന് ഹാർബർ ഒരു മുതൽക്കൂട്ടാകുമെന്നും ഇവർ പറയുന്നു. തങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടവരെ വീണ്ടും സമീപിക്കാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. ജനം, കാസർഗോഡ്.